കോഴിക്കോട് ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറിയതിനെതിരെ തൊഴിലാളികൾ പ്രതിഷേധത്തിൽ. കൈമാറ്റത്തിന് പിന്നിൽ കോടതി ഏർപ്പെടുത്തിയ റെസല്യൂഷൻ പ്രൊഫഷണലിന്റെ വഴിവിട്ട ഇടപെടലുണ്ടായെന്നും തൊഴിലാളികൾ. സ്ഥാപനം പൊതുമേഖലയിൽ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി സർക്കാർ ഇടപെടണമെന്ന് സമരക്കാരെ സന്ദർശിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മീഡിയ വണിനോട് പറഞ്ഞു. കോഴിക്കോട് ചെറുവണ്ണൂരിലുള്ള സ്റ്റീൽ കോംപ്ലക്സിന്റെ പ്രതിഷേധ സമരത്തിന്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതൊരു പൊതുമേഖലാ സ്ഥാപനമായിരുന്ന സ്റ്റീൽ കോംപ്ലക്സ് ഒരു സ്വകാര്യ വ്യക്തിക്ക് കൈമാറിയിരിക്കുകയാണ്. അതിനുശേഷമാണ് ഇവിടെ ഒരു പ്രതിഷേധ സമരം ആരംഭിച്ചത്. നമ്മുടെ കൂടെ ഇപ്പോൾ തൊഴിലാളി നേതാവ് ചേരുകയാണ്. ഈ കഴിഞ്ഞ മെയ് മാസം 2-ാം തീയതി മുതൽ ഈ കമ്പനിക്ക് മുമ്പിലായിട്ട് ഞങ്ങൾ പ്രതിഷേധ സമരത്തിലാണ്. കാരണം NCLT കോടതി വിധി പ്രകാരം SAIL കേരള ലിമിറ്റഡ് എന്ന സ്ഥാപനം നിലവിലില്ല. അത് ഈ കമ്പനീനെ NCLT കോടതി ബാങ്കിന്റെ പരാതി അനുസരിച്ചിട്ട് ബാങ്കിന് അവിടെ ബാങ്കിന്റെ കടമാണ് 45 കോടി രൂപ. അത് വർദ്ധിച്ച് ഏതാണ്ട് 108 കോടി രൂപയിലധികമായിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി ബാങ്ക് NCLT കോടതിനെ സമീപിക്കുകയും NCLT കോടതി ബാങ്കിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിധിയിൽ ഇവിടെ നിലവിലുള്ള തൊഴിലാളികളെ 2023 ഏപ്രിൽ 1-ാം തീയതി മുതൽ ഇവിടെ തൊഴിലാളികളില്ല എന്നുള്ള രീതിയിലാണ് ആ വിധി വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കമ്പനി ഏറ്റെടുക്കുന്നതോട് കൂടിയിട്ട് ഞങ്ങളെ തൊഴിലും കൂലിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ തൊഴിലും കൂലിയും സംരക്ഷിക്കണതിനെ സംബന്ധിച്ച് യാതൊന്നും ആ വിധിയിൽ പറയുന്നില്ല. സ്റ്റീൽ വ്യവസായത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഭൂമി ഇവിടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഇവരിതിനെ ഏറ്റെടുക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഇത് പൊതുമേഖലാ സ്ഥാപനത്തിൽ നിലനിർത്തിയിട്ട് ഇവിടുത്തെ ഈ ഭൂമി സംരക്ഷിക്കുക എന്നുള്ളതിന്റെ ഭാഗമാണ് ഈ സമരം. ഇത് ജനങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഈ സമരം സർക്കാർ എല്ലാ നിലയിലും ഇടപെട്ടിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായി നിലനിൽക്കണമെന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. വ്യവസായ വകുപ്പ് മന്ത്രി ഞങ്ങൾ ഒരു മീറ്റിംഗ് ചേർന്നിട്ടുണ്ട്. എല്ലാ തൊഴിലാളി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും ചേർന്നിട്ടുണ്ട്. സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലയിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്.